പുരാതന കേരളവും വിദേശ ബന്ധങ്ങളും. ആദ്യകാല ബന്ധങ്ങൾ. കേരളവുമായി ആദ്യമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടത് അസീറിയക്കാരും ബാബിലോണിയക്കാരുമായിരുന്നു. BC 1500 ഈജിപ്ഷ്യൻ രാജ്ഞിയായ ഹത്ഷപ്സുത് സുഗന്ധവ്യഞ്ജനങ്ങൾക്കായി കേരളത്തിലേക്ക് ഒരു പര്യവേഷണ സംഘത്തെ അയച്ചിരുന്നു. ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി കൂടിയായിരുന്നു ഇവർ എന്നത് ശ്രദ്ധേയമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രിയം. റോമക്കാർക്കും ഗ്രീക്കുകാർക്കും നമ്മുടെ കുരുമുളകിനോട് വലിയ പ്രിയമായിരുന്നു. അതുകൊണ്ട് തന്നെ കുരുമുളകിന് യവനപ്രിയ എന്നൊരു പേര് കൂടിയുണ്ട്. അറബികൾക്കും ഫീനീഷ്യർക്കും പ്രാചീന കേരളവുമായി അടുത്ത വ്യാപാര ബന്ധമുണ്ടായിരുന്നു. മുസരീസും നാവികരും. AD 45 ഹിപ്പാലസ് എന്ന ഗ്രീക്ക് നാവികൻ സമുദ്രമാർഗം മുസരീസ് അഥവാ കൊടുങ്ങല്ലൂരിൽ എത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. മൺസൂൺ കാറ്റുകളെ കണ്ടെത്തിയതും ഇദ്ദേഹമാണ്. അക്കാലത്ത് മുസരീസ്, തിണ്ടീസ്, ബെറാക്കെ, നെൽസിൻഡ എന്നിവയായിരുന്നു കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ. വിദേശ സഞ്ചാരികൾ. ചൈനീസ് വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു കൊല്ലം. 13-ാം നൂറ്റാണ്ടിൽ, അതായത് 1292 ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളോ കേരളത്തിലെത്തി. തുടർന്ന് ഈ കാലഘട്ടത്തിൽ മൊറോക്കോയിൽ നിന്നുള്ള പ്രശസ്ത സഞ്ചാരി ഇബ്നു ബത്തൂത്തയും 1440 നിക്കോളോ കോണ്ടിയും കേരളം സന്ദർശിച്ചു. ഒരു കാലഘട്ടത്തിൻ്റെ അന്ത്യം. എന്നാൽ 1341 പെരിയാർ നദിയിലുണ്ടായ ഭയാനകരമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ലോകപ്രശസ്തമായ മുസരീസ് തുറമുഖം അസ്തമിച്ചു. ഇതോടെയാണ് പുതിയ തുറമുഖങ്ങളുടെ ഉദയത്തിന് വഴിതെളിഞ്ഞത്.